ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യം പഞ്ചാബിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഏതാണ്ട് 30-നോടടുത്ത് അല്ലെങ്കിൽ 30 താഴെയുള്ള സ്റ്റേറ്റുകളുള്ള ഒരു യൂണിയൻ ഗവൺമെൻറ്റാണ്. ഈ യൂണിയൻ ഗവൺമെൻറ് എല്ലാ സ്റ്റേറ്റിനോടും ഒരുപോലെ ആണ് ബിഹേവ് ചെയ്യുന്നതിൽ പെരുമാറുന്നത്. അല്ലെ എല്ലാ സ്ഥലത്തും GST കളക്ട് ചെയ്യുന്നു, അവർക്കെല്ലാവർക്കും ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബീഹാറിനെ കുറിച്ച്. ബീഹാറിനോടുള്ള പക നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് ഓരോ സ്റ്റേറ്റിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്. എല്ലാം ഒരേ തരത്തിലുള്ള, ചില സ്റ്റേറ്റിനൊക്കെ വളരെ ഏറെ സഹായങ്ങൾ വാരിക്കോരി കൊടുക്കുകയും മറ്റ് ചില സ്റ്റേറ്റിന് വളരെ അഡ്വൈസറി സർക്കംസ്റ്റൻസിൽ പോലും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു പെരുമാറ്റമാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഓരോ സ്റ്റേറ്റിന് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത്തരം ഒരു ചതിയുടെ കഥ, അത്തരം ഒരു കഥയാണ് അല്ലെങ്കിൽ അത്തരം ഒരു ചരിത്രമാണ് പഞ്ചാബിനോടുള്ളത്. പഞ്ചാബ് നമുക്കറിയാം ഏത് തരത്തിലുള്ള വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു വലിയ സ്റ്റേറ്റാണ്. ഈ പഞ്ചാബിനോട് ഏത് തരത്തിലാണ് യൂണിയൻ ഗവൺമെൻറ് പെരുമാറുന്നത് നോക്കണം. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണെന്ന് പറയാം. 1988 പഞ്ചാബിൽ വളരെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 27,000 കോടി രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായി. അതിൽ സാധാരണഗതിയിൽ യൂണിയൻ ഗവൺമെൻറ് പഞ്ചാബിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ 27,000 കോടിയുടെ നഷ്ടം ഉണ്ടായെങ്കിൽ അതിലത്ത് ഒരു 15,000 കോടിയെങ്കിലും കൊടുക്കും എന്ന് എല്ലാവരും ധരിക്കും. എന്നാൽ ഈ നാളിതുവരെ 5 പൈസയുടെ സഹായം പഞ്ചാബിന് ചെയ്തു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അത് കേൾക്കുന്നൊരു വിചാരിക്കും എന്തുകൊണ്ട് അങ്ങനെ. എല്ലാവരുടെ മനസ്സിലങ്ങനെ ഒരു ചിന്ത വരും, എന്തുകൊണ്ട് കൊടുത്തില്ല. പഞ്ചാബിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ നാഷണൽ ലെവൽ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്, ഒട്ടും മോശമൊന്നുമില്ല. മറ്റുള്ള ഏതൊരു സ്റ്റേറ്റിനെ അപേക്ഷിച്ചും വളരെ കൂടുതലാണ്. അതായത് രാജ്യത്തിൻ്റെ കോട്ടൺ 22% ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചാബാണ്. അതുപോലെ തന്നെ അരി ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന അരിയുടെ 29% പഞ്ചാബ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഗോതമ്പ് വളരെ കൂടുതലാണ്, 38%. അതുപോലെ പാല് 10%. അതുപോലെ കരിമ്പ് 30%. കമ്പിളിയാണെങ്കിൽ 65% കമ്പിളിയും പഞ്ചാബ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സാധനങ്ങൾ പലതും അരിയും ഗോതമ്പും പാലും ഒക്കെ മറ്റ് കോട്ടണോ കരിമ്പോ കമ്പിളിയൊക്കെ ആണെങ്കിൽ ആ സാധനം പ്രോസസ്സ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റിൽ വിൽക്കാനുള്ള സൗകര്യം അവർക്ക് യൂണിയൻ ഗവൺമെൻറ് കൊടുക്കില്ല. അതായത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇപ്പോൾ കോട്ടൺ ഉൽപ്പാദനമാണെങ്കിൽ കോട്ടൺ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോസസ്സിങ്, അത് കഴിഞ്ഞാൽ ഗാർമെൻറ്റ് മാനുഫാക്ചറിങ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, അതിന് ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസാണ്. പക്ഷേ അതിനുള്ള ലൈസൻസ് ഗവൺമെൻറ് കൊടുക്കില്ല. അപ്പോൾ അത് പിന്നെ എന്ത് ചെയ്യും? ഈ കോട്ടൺ മുഴുവനും റോ മെറ്റീരിയലായിട്ട് മറ്റുള്ള സ്റ്റേറ്റിന് വിൽക്കുകയും മറ്റുള്ള സ്റ്റേറ്റ് അതുകൊണ്ട് പ്രോസസ്സ് ചെയ്ത് അവർ തുണിത്തരങ്ങളുണ്ടാക്കി, ടെക്സ്റ്റൈൽ മില്ല് തുണിത്തരങ്ങളുണ്ടാക്കി അവർ വിറ്റ് പൈസ ഉണ്ടാക്കുകയും ചെയ്യും. ഇവർക്ക് കിട്ടുന്ന ഈ കോട്ടൺ ഉൽപ്പാദിപ്പിച്ചിട്ട് അവർക്ക് കിട്ടുന്നത് വെറും റോ മെറ്റീരിയലിൻ്റെ പൈസയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കരിമ്പ് ഉൽപ്പാദിപ്പിച്ചിട്ട് അതുകൊണ്ട് പഞ്ചസാര ഉണ്ടാക്കി വിൽക്കുക, അത് മീഡിയം ടൈപ്പ് ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ആ മീഡിയം ടൈപ്പ് ഇൻഡസ്ട്രിയായ പഞ്ചസാര മില്ലുകൾ, ആ മില്ലുകൾക്ക് ഉള്ള ലൈസൻസ് കൊടുക്കത്തില്ല, വളരെ കുറച്ച് കൊടുക്കുള്ളൂ. കരിമ്പിൽ ഏതാണ്ട് 13% അവർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 13% കരിമ്പ് മാത്രമേ പഞ്ചാബിൽ പഞ്ചസാരയാക്കി എടുക്കാനുള്ള ഫാക്ടറികളുള്ളൂ. അതുപോലെ തന്നെ കമ്പിളിക്കും വളരെ കുറച്ച് പ്രോസസ്സ് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. ഇതെല്ലാം ഇവർ മറ്റുള്ള സ്റ്റേറ്റിന് റോ മെറ്റീരിയലായിട്ട് കൊടുക്കുകയും മറ്റുള്ള സ്റ്റേറ്റ് ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവരവിടെ നിന്ന് ഫൈനൽ പ്രോഡക്റ്റ് ആക്കി വിറ്റ് പൈസ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഗവൺമെൻറ് പറയുന്ന ഇതാണ്, യൂണിയൻ ഗവൺമെൻറ് പാകിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്, അതുകൊണ്ട് അവിടുന്ന് അവർ ബോംബിടാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇൻഡസ്ട്രീസ് തകരാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഗുജറാത്തും അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്, അവിടെ ബോംബിടാം. അത് തന്നെയല്ല, ഇപ്പോഴത്തെ ബാലിസ്റ്റിക് മിസൈലൊക്കെ എത്ര 600, 800, 1000, 1500 കിലോമീറ്റർ ദൂരമൊക്കെ പോകണ ബാലിസ്റ്റിക് മിസൈലൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളപ്പോൾ അത് ബോംബെയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ എവിടെ വേണമെങ്കിലും അവർക്കിടാം, അല്ലാതെ പഞ്ചാബിൽ മാത്രമല്ല ഇടുന്നത്. പിന്നെ അപ്പോൾ ഇതുപോലത്തെ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് ഇവരുടെ വ്യവസായം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അവരുടെ അതുകൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ പഞ്ചാബികൾക്ക് തൊഴിൽ സാധ്യത ഇല്ലാതാകുന്നു. ഈ സാധനം പ്രോസസ്സ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റായിട്ട് ഉണ്ടാക്കി വിറ്റ് സ്റ്റേറ്റിന് ഉള്ള സാമ്പത്തിക മെച്ചം ഇല്ലാതാകുന്നു. പിന്നെ ഈ തൊഴിലാണ് മെയിൻ, തൊഴിൽ നഷ്ടം, സാമ്പത്തിക നഷ്ടം, മറ്റ് വ്യവസായ നഷ്ടം, ഇതെല്ലാം ഉണ്ടാകും ഈ സ്റ്റേറ്റിനുണ്ടാകുകയാണ്. അപ്പം ആ സ്റ്റേറ്റിനെ അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടാനുള്ള കാരണം എന്തുവാണ്? അതെ,
പിന്നെ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് ഇതെല്ലാം കൂടുന്ന ഒരു സ്ഥലമാണ് ഒരു ചേർന്നു. ഇത് 1966 നവംബർ 1 ഭാഷയിലുണ്ടാകുന്ന നേരിയ വ്യത്യാസം അനുസരിച്ച് ഇത് 3 സ്റ്റേറ്റുകളാക്കി മാറ്റിയത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റുകളാക്കി മാറ്റി കഴിഞ്ഞപ്പോഴും ഇവരുടെയുള്ള ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ജിയോഗ്രഫിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതെല്ലാം അൺസോൾവ് ആയിട്ട് തന്നെയാണ് ഈ 3 സ്റ്റേറ്റ് ഉണ്ടാക്കിയത്. അതായത് അതൊന്നും ഇരുത്തി പറഞ്ഞ് അതെല്ലാം സോൾവ് ചെയ്യാതെ അപ്പം അവർ അടി ഉണ്ടാക്കണം. ഈ 3 സ്റ്റേറ്റുകൾ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് 3 സ്റ്റേറ്റ് തമ്മിൽ എപ്പോഴും അടിച്ചിരിക്കണം, അടിപിടി ഉണ്ടാക്കണം. അപ്പോൾ അവർ സ്വൈര്യമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. പിന്നെ പഞ്ചാബിന് ഹരിയാനയ്ക്കും കൂടി ഒരു തലസ്ഥാനം ഉണ്ടാക്കുന്നത് ചണ്ഡീഗഡ്. അതും അതുപോലെ തന്നെ അവർ തമ്മിൽ അടി ഉണ്ടാക്കണം. ജാട്ടുകളും പഞ്ചാബികളും സിഖുകാരും തമ്മിൽ അടി ഉണ്ടാക്കണം. അത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു തലസ്ഥാനമാക്കി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതിന് അപ്പോൾ പിന്നെ മറ്റൊന്ന്, പഞ്ചാബിലൂടെ ഒഴുകുന്ന നദിയുണ്ട്. അത് ആ പഞ്ചാബിൽ ഉത്ഭവിച്ച് പഞ്ചാബിലൂടെ തന്നെ ഒഴുകുന്ന നദികളാണ്. ആ നദിയിലെ വെള്ളം വേറെ ഒരു സ്റ്റേറ്റിന് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ട് അത് മറ്റുള്ള സ്റ്റേറ്റിനൂടെ വീതിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആർട്ടിക്കിൾ 162 വയലേഷനാണ്. അതും ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള അനവധി കാര്യങ്ങൾ 1990 മുതൽ 2006 വരെ ഏതാണ്ട് 90,036 പേര് 90,036 കർഷകർ ആത്മഹത്യ ചെയ്തു. പിന്നെ 2006 മുതൽ 2018 വരെ ഏതാണ്ട് 9,073 പേര് അവിടെ ആത്മഹത്യ ചെയ്തു, കർഷകരെ ആത്മഹത്യ ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം കർഷകരുടെ പ്രോഡക്റ്റിന് താങ്ങുവില കൊടുക്കുന്നില്ല. അതുപോലെ കർഷകരെ ഉപദ്രവിക്കുന്നു, അവർക്ക് വേണ്ട ഒരു സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. അതുപോലെ അവരുടെ ഭാഷാപരമായിട്ടുള്ള മറ്റു പലതും എല്ലാം കുറേ നാളത്തേക്ക് തന്നെ എല്ലാവർക്കും UPSC എക്സാം അവരുടെ സ്വന്തം ഭാഷയിലും ഇംഗ്ലീഷിൽ എഴുതായിരുന്നു. എന്നാൽ പഞ്ചാബികൾക്ക് അത് അലൗഡല്ലായിരുന്നു. പഞ്ചാബികൾക്ക് ഉള്ളി ഇംഗ്ലീഷിൽ എഴുതുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിവേചനങ്ങൾ ഈ സ്റ്റേറ്റിനോട് കാണിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി? 70-75 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഈ 70-75 വർഷത്തിനകത്ത് അവർ എന്ത് തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് അന്നത്തെ കാലത്ത് ഈ കാലയളവിൽ പ്രത്യേകിച്ച് യാതൊരു തെറ്റുകളും ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് പഞ്ചാബികളോട് ഇങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം പോകുന്നത് നൂറ്റാണ്ടുകൾ പിറകിലാണ്, വളരെ നൂറ്റാണ്ടുകൾ പിറകിൽ. അതിനുള്ള കാരണങ്ങൾ തേടിയാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ വരുന്നത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, BC ഒരു 3-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിൽ അടിയുണ്ടാക്കി, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി. അതായത് അവർ ഈ വർണ്ണവ്യവസ്ഥ ഉണ്ടാക്കി, ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യർ, ശൂദ്രൻ എന്ന് പറഞ്ഞൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആ കാലത്തൊന്നും ഇവർക്ക് ബ്രാഹ്മണർക്ക് ഇത് പുരോഹിതരായിട്ടിരിക്കാനോ അല്ലെങ്കിൽ ക്ഷത്രിയർക്ക് രാജാവായിട്ടിരിക്കാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ല. വർണ്ണവ്യവസ്ഥ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. കാരണം അന്ന് മിടുക്കന്മാരായ നാഗവംശികൾ അവർ രാജവംശങ്ങളുണ്ടാക്കി. അവർ രാജവംശം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഈ ബ്രാഹ്മണരെ ക്ഷത്രിയരെ കൂടെ കൂട്ടിയില്ല. കാരണം ഇവരെക്കുറിച്ച് ഇവർ വിരോധികളായിരുന്നു ഇവരുടെ. അതുകൊണ്ട് ഇവരുടെ യാതൊരു സേവനങ്ങളും അവർക്ക് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ തൊഴിലില്ലാതെ ബ്രാഹ്മണരും ക്ഷത്രിയരും ഇങ്ങനെ അലിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു BC 4, 5, 4, 3 നൂറ്റാണ്ടുകളിലൊക്കെ. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിൽ അടിയുണ്ടായി. നിങ്ങൾ കാരണമാണ് ഈ കാരണങ്ങൾ ഉണ്ടാക്കി ഇവരെ കുറ്റം പറയും, അല്ല ഇവരെ കാരണമാണെന്ന് അവർ കുറ്റം പറയും. ഇങ്ങനെ അന്യോന്യം ഇവർ കുറ്റപ്പെടുത്തി. അങ്ങനെ കുറ്റപ്പെടുത്തി അശോകൻ്റെ ശേഷം വന്ന രാജാവിൻ്റെ സമയത്ത്, അപ്പോൾ അവരൊക്കെ ഈ മൗര്യ രാജാവ് ദുർബലരായി കഴിഞ്ഞു. ആ സമയത്ത് ഇവർ ധാരാളം ഇന്ത്യയിലെ പ്രോബ്ലംസ് ഉണ്ടാക്കി. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഹൂ ഈസ് സുപ്പീരിയർ. എന്നിട്ടും അക്കാലത്ത് ഇവർ തന്നെ പറയുന്നത് എങ്ങനെയാണ്, ഹൂ ഈസ് സുപ്പീരിയർ. ബ്രാഹ്മണർ പറഞ്ഞ് ഞങ്ങളാണ് സുപ്പീരിയർ എന്ന്, ക്ഷത്രിയ പറഞ്ഞ് ഞങ്ങളാണ് സുപ്പീരിയർ എന്നും. അങ്ങനെ അടിയും പിടിയൊക്കെ ഉണ്ടായി. നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ് ഇത്. പരശുരാമനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി. എങ്ങനെയായാലും അന്ന് ബ്രാഹ്മണൻ ക്ഷത്രിയ അടിപിടി ഉണ്ടാക്കി. ഈ മധുരയ്ക്ക് പടിഞ്ഞാറ് ഭാഗം മുതൽ മധുരയ്ക്ക് പടിഞ്ഞാറ് ഭാഗം, ഹരിയാനയുടെ കുറച്ച് ഭാഗം, പഞ്ചാബ്, സിന്ധ്, ഈ പ്രദേശങ്ങളെല്ലാം കൂട്ടി ഈ ക്ഷത്രിയർ ഒരു പുതിയ രാഷ്ട്രം ഉണ്ടാക്കി. അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൽ അവർ മാറിപ്പോയി. ഇവരുടെ ആര്യാവർത്തമായിരുന്നു. ആര്യാവർത്തത്തിൽ ബ്രാഹ്മണരുടെ വർണ്ണവ്യവസ്ഥയിൽ നിന്ന് ഇവർ മാറിപ്പോയി. ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ സുപ്പീരിയോറിറ്റി വേണ്ട, നിങ്ങളുടെ ലീഡർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് അവർ മാറിപ്പോയി. അങ്ങനെ അവരുണ്ടാക്കിയ ഒരു രാഷ്ട്രത്തിൻ്റെ പേരായിരുന്നു ഭാരതം. അത് BC 220 220 അങ്ങനെ അവർ അവിടെ പോയി അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ട് ഈ ക്ഷത്രിയർക്ക് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവരന്ന് ഉണ്ടാക്കിയത് പഞ്ചവിംശ ബ്രാഹ്മണം എന്ന് പറഞ്ഞ ഒരു നിയമം ഉണ്ടാക്കി. ആ പഞ്ചവിംശ ബ്രാഹ്മണം നിയമം ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്, അവർ ആ ഓർഡർ തെറ്റിച്ചു. ഇവരുണ്ടാക്കിയ ഈ ഓർഡർ തെറ്റിച്ചു. അതായത് ഇവർ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യ, ശൂദ്രർ എന്നുള്ളത് അവർ തെറ്റിച്ചു. അവർ ടോപ്പിൽ ക്ഷത്രിയരെ വെച്ചു അവരുടെ രാജ്യത്ത് ഭാരതത്തിൽ.
ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഇങ്ങനെ നിയമം ഉണ്ടാക്കി. എന്നിട്ട് ഈ ബ്രാഹ്മണരെ രണ്ടാമതാക്കി, അതായത് ക്ഷത്രിയർ, ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രർ എന്ന നിയമം ഉണ്ടാക്കി. അപ്പോഴേക്കത് ബ്രാഹ്മണർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ബ്രാഹ്മണർ എന്ന് പറയുന്നത് അവരെപ്പോഴും ടോപ്പിൽ വേണം. പക്ഷേ അവരിപ്പം രണ്ടാംകിട പൗരന്മാരായി. അങ്ങനെ ഭാരതത്തിൽ ഈ ബ്രാഹ്മണർ രണ്ടാംകിട പൗരന്മാരായിരുന്നു. പിന്നെ അതിനെക്കുറിച്ചില്ലായി അടിയായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഭാരതം തകർക്കണം. അപ്പം അതിനെക്കുറിച്ച് ധാരാളം യുദ്ധങ്ങളും വെട്ടും കുത്തും ഒക്കെ ഉണ്ടായി. ഇവർ ഈ ക്ഷത്രിയർ അവരേതായിട്ടുള്ള രാമായണം എഴുതി, ഭാരതം എഴുതി. ഭാരതമാണ്. അപ്പോൾ ഈ കൃതികളും ഈ അവതാര കഥകളൊക്കെ അവരുടേതാണ്. അതൊക്കെ എഴുതി ആ കൃതികളെല്ലാം ഇവർ പിടിച്ചു വാങ്ങിച്ചു, ആൾക്കാരെ കൊന്നു. അങ്ങനെ പുഷ്യമിത്രശുംഗൻ രാജാവായി വന്നതിന് ശേഷം പിന്നെ അവർ ക്ഷത്രിയരെ കൊല്ലാനായിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ ക്ഷത്രിയരുടെ ഉന്മൂലനം നടത്തി അവരുടെ സാഹിത്യങ്ങളും ഒക്കെ പിടിച്ചു കുറച്ചു, അവരെല്ലാം തല്ലി ഓടിച്ചു. അങ്ങനെ ക്ഷത്രിയ വംശത്തിന് ഉന്മൂലനം നടത്തിയാണ് BC 185 ശേഷം ക്ഷത്രിയ വംശം ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാരതം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയെങ്കിലും അതൊരു 40-45 വർഷത്തിൽ കൂടുതൽ നിലനിന്നില്ല. അതിന് മുമ്പ് തന്നെ ബ്രാഹ്മണർ അത് നശിപ്പിച്ച് കളയുണ്ടായത്. അപ്പം ആ ഭാരതത്തിൻ്റെയാണ് ഭാരതം, അതുപോലെ രാമായണം, അതുപോലെ ശിവപുരാണമൊക്കെ അവരുടേതാണ്. അവരുടെ ദൈവമായിരുന്നു ശിവനൊക്കെയാണ്. അവരുടേതാണ്. ഈ നീല നിറമുള്ള ഭഗവാന്മാരെല്ലാം ഈ ക്ഷത്രിയരുടേതായിരുന്നു. ക്ഷത്രിയകുലത്തിൻ്റെ നിറമായിരുന്നു നീല നിറം. ശിവൻ നീലയാണ്. ശിവൻ്റെ ആദ്യത്തെ അവതാരം രാമൻ നീലയാണ്. രണ്ടാമത്തെ അവതാരം ബലരാമൻ നീലയാണ്. മൂന്നാമത്തെ അവതാരം കൃഷ്ണൻ നീലയാണ്. ഈ 3 അവതാര കഥകളും സുപ്രീം കോഡ് ശിവനും. ഈ കഥകളെല്ലാം ഇവരുടെയാണ്, ഈ ക്ഷത്രിയ കുലത്തിൻ്റേതാണ്. പിന്നീട് അതെല്ലാം ഇവർ പിടിച്ചു പറിച്ചു, അത് വേറെ കാര്യം. അപ്പം ക്ഷത്രിയകുലത്തെ അങ്ങനെ 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഉന്മൂലനം ചെയ്തു. അങ്ങനെ ഉന്മൂലനം ചെയ്തതിന് ശേഷം ആ ഭാഗമെല്ലാം ഇവർ പിടിച്ചടക്കി. അവിടുന്ന് അവരെല്ലാം തല്ലി ഓടിച്ചു. അവർ ദേശാന്തരം, അതല്ലെങ്കിൽ മൈഗ്രേഷൻ ചെയ്തു, പല സ്ഥലത്തേക്കും പേടിച്ച് മൈഗ്രേഷൻ ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ബ്രാഹ്മണരോട് തന്നെ അവരുടെ ആ നിയമങ്ങൾ മാറ്റി ഇവർ പുതിയ വേറെ നിയമം ഉണ്ടാക്കി, ശതപഥ ബ്രാഹ്മണം. അങ്ങനെ ഇത് ശതപഥ ബ്രാഹ്മണം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിനെന്ത് ചെയ്തു, അവർ ആദ്യം വീണ്ടും ബ്രാഹ്മണൻ ഒന്ന് ടോപ്പിൽ വന്നു. രണ്ടാമത് ക്ഷത്രിയന് പകരം അവരെന്ത് ചെയ്തു, അവർ വൈശ്യന്മാരെ കൊണ്ടുവച്ചു ക്ഷത്രിയർ. അതിന് ശേഷമാണ് ക്ഷത്രിയെ വെച്ചു. അപ്പോൾ ആക്ച്വലി ക്ഷത്രിയ മൂന്നാമത് വന്നിപ്പം. നേരത്തെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രരായിരുന്നു. അത് മറ്റവർ അപ്പോഴത്തേക്ക് അത് ക്ഷത്രിയർ, ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രനാക്കി. ഇപ്പോൾ ഇവർ വീണ്ടും എന്ത് ചെയ്തു, ബ്രാഹ്മണർ, വൈശ്യർ, ക്ഷത്രിയർ, ശൂദ്രനാക്കി. അപ്പോൾ അങ്ങനെ ഫലത്തിൽ ക്ഷത്രിയർ മൂന്നാമതായി വന്നെങ്കിലും ക്ഷത്രിയരുടെ ഉന്മൂലനം നടത്തിയതുകൊണ്ട് ക്ഷത്രിയരുടെ ചിത്രത്തിലേ ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് ക്ഷത്രിയരില്ല. പിന്നെ എങ്ങനെയായി, ഇവർ ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രർ മാത്രമേ ഉള്ളൂ. ക്ഷത്രിയരെല്ലാം 4 പാടും ചിതറി ഓടി. അവർ ഇന്ത്യയിലെ പല ഭാഗത്തും പല ജോലികളെല്ലാം ചെയ്ത് അലഞ്ഞ് തിരിഞ്ഞ്. അപ്പോൾ ബ്രാഹ്മണർ എവിടെയുണ്ടോ അവിടെയൊക്കെ ബ്രാഹ്മണരെ ഇവർ ക്ഷത്രിയരാണെന്നും ഇവർ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ അലഞ്ഞിരുന്ന് നടക്കുകയാണെന്നും അവർ നല്ല നല്ല ജോലികൾ അവർക്ക് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ അവരെ പലതരത്തിൽ ഉപദ്രവിക്കുക രാജാക്കന്മാരുടെ സഹായത്തോടു കൂടിയൊക്കെ ഇവർ ഉപദ്രവിക്കുകയോ ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇങ്ങനെ ഇന്ത്യയിൽ പല സ്ഥലത്തും പല ജോലികളും ചെയ്ത് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ ഈ ക്ഷത്രിയർക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഏതാണ്ട് 1600 വർഷങ്ങൾ അവർ അലഞ്ഞു നടന്നു. വിവിധ പലതരത്തിലുള്ള അധമ ജോലികൾ ചെയ്യുകയും കൃഷികൾ പോലെയും മറ്റ് പല പണികളും എല്ലാം ചെയ്ത് നടന്നു. അങ്ങനെ 1500 വർഷങ്ങൾക്ക് ശേഷം 1469 ഇതുപോലെ ഈ ആൾക്കാരെല്ലാം കൂട്ടി അവരുടെ ഇടയ്ക്കിൽ മഹർഷി തുല്യനായ ഒരു മനുഷ്യൻ ഇവരെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ചാക്കി അയാളൊരു മതം ഉണ്ടാക്കി. ആ മതത്തിൻ്റെ പേരാണ് സിഖ് മതം. അപ്പം അയാൾ ജീവിച്ചിരുന്ന സ്ഥലം കർത്താർപൂർ, ഇന്നത്തെ പാകിസ്ഥാനിലുള്ള സ്ഥലമാണ്. കർത്താർപൂരിലാണ്. അവിടെ ആദ്യത്തെ അവരുടെ ഒരു ഗുരുദ്വാര ഉണ്ടാക്കി, അവരുടെ മതത്തിൻ്റെതായിട്ടുള്ള ഇത്. അപ്പം അവരുടെ പുസ്തകത്തിൻ്റെ പേര് ഗുരു ഗ്രന്ഥ സാഹിബ് എന്നുള്ള ഒരു പുസ്തകമാണ് അവരുണ്ടാക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു, ഹിന്ദു മതത്തിലെ പാഖണ്ഡ്യം, അതായത് അനാചാരങ്ങളെല്ലാം ഒഴിവാക്കി അവർ മറ്റൊരു ഫിലോസഫിയാണ് ഉണ്ടാക്കിയത്. ആ മതത്തിൻ്റെ ആശയങ്ങൾ മറ്റൊന്നാണ്. അതുപോലെ അന്ന് നിലനിന്നിരുന്ന ഈ മതം ഇസ്ലാം മതം ഉണ്ടായിരുന്നു ഇവിടെ. ഇസ്ലാം മതത്തിൽ ഇതുപോലെ തന്നെ അനാചാരങ്ങളെല്ലാം ഒഴിവാക്കി അവർ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് നിന്ന് നടക്കുന്ന പുതിയൊരു മതം ഉണ്ടാക്കുക ചെയ്തു. അപ്പോൾ ആ മതത്തിൻ്റെ പേരാണ് സിഖ് മതം. അപ്പോൾ ഈ സിഖ് മതം ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കിയെന്ന് ബ്രാഹ്മണർ വീണ്ടും അന്വേഷിച്ചപ്പോഴേ അവർ മനസ്സിലായി ഇത് പണ്ടത്തെ ഇവരുടെ കുലശത്രുക്കളായിരുന്ന ക്ഷത്രിയരാണ്. അവർ അലഞ്ഞു തിരിഞ്ഞെല്ലാം നടന്ന് ഇപ്പം നാടോടികളായിട്ട് നടന്നും പല ജോലികൾ ചെയ്തും സ്വന്തം ഈ ഇസ്രായേലികൾ സ്വന്തം അവരുടെ മദർലാൻഡ് തേടി വന്ന രീതിയിൽ ഇവർ ആ പഴയ സ്ഥലം, ആ പഴയ ഭാരതത്തിൻ്റെ ആ ഭാഗത്ത് തന്നെ ഇവർ വന്ന് അവസാനം അടിഞ്ഞുകൂടുക ചെയ്തത്. പഞ്ചാബ്, സിന്ധ് അങ്ങനെയുള്ള പ്രദേശത്തിൽ ഇവർ അടിഞ്ഞുകൂടി വീണ്ടും അവരുടെ ഭാരതത്തിൽ വന്നു. പക്ഷേ പണ്ടത്തെ മതമല്ല, ഇപ്പോൾ ഇവർ സിഖ് മതം എന്ന് പറയുന്ന മതം സ്ഥാപിച്ചു. അപ്പോഴത്തേക്ക് ഇവരോട് വീണ്ടും ഇവർ വൈരാഗ്യമായി. അപ്പോൾ ഈ വീണ്ടും വൈരാഗ്യം. പക്ഷേ എങ്ങനെ ഇവരെ ഉപദ്രവിക്കണം എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അവരെ ഉപദ്രവം ഫലമാണ്. അപ്പോൾ അന്ന്
അതിനുശേഷം ഇവിടെ വന്നപ്പോൾ അന്ന് ദില്ലി സുൽത്താനേറ്റായിരുന്നു. ദില്ലി സുൽത്താനേറ്റിൽ ബ്രാഹ്മണർക്ക് അത്ര വലിയ സ്വാധീനങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് കുറച്ച് അടങ്ങിയിരുന്നു. എന്നാൽ ദില്ലി സുൽത്താനേറ്റ് മാറിന് ശേഷം 1526 ബാബർ ഇവിടെ വന്നു. ബാബർ ഇവിടെ വന്നതിന് ശേഷം മുഗൾ ഭരണമായി. മുഗൾ ഭരണമായപ്പോഴത്തേക്കും അത് ആ മുഗൾ ഭരണകാലം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണരുടെ സുവർണ്ണ കാലഘട്ടമാണ്. അതായത് ഇവർക്കെല്ലാവർക്കും നല്ല നല്ല ജോലി, ഉയർന്ന തലത്തിലുള്ള ജോലികൾ, ഉയർന്ന സ്ഥാനമാനങ്ങൾ. ബ്രാഹ്മണരായിരുന്നു ഈ മുഗൾ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചരടുവലികൾ നടത്തിയത് ബ്രാഹ്മണരായിരുന്നു. എല്ലാ രാജാക്കന്മാരും കൂടെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം ബ്രാഹ്മണരായിരുന്നു. അപ്പം അങ്ങനെ എസ്പെഷ്യലി അക്ബറിനെയും ജഹാംഗീറിനെയും ഷാജഹാനെയൊക്കെ ഇവരെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഈ ഗുരു തേജ് ബഹാദൂർ എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിനെ 1675 കൊന്നു. അതിന് മറ്റൊരു ഗുരുവായിരുന്നു ഗുരു ഹർഗോബിന്ദ് സിംഗ്. അദ്ദേഹത്തെ ജഹാംഗീറിനോട് പറഞ്ഞിട്ട് 12 വർഷം ഗ്വാളിയർ ജയിലിൽ ഇട്ടു. അപ്പം ഇവർ ഈ മുഗൾ രാജാക്കന്മാരെ സ്വാധീനിച്ച് ഇവരെ എന്തുമാത്രമൊക്കെ ഉപദ്രവിക്കുക അത്രയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗുരു തേജ് ബഹാദൂർ, ഗുരു ഹർഗോബിന്ദ് സിംഗ് ഇതുപോലെ 12 വർഷം ജയിലിൽ കിടന്നിട്ട് അദ്ദേഹം തിരിച്ചു വരുന്ന യാതൊരു ഇതുമില്ലായിരുന്നു. മറ്റേ ഗുരുവിനെ തേജ് ബഹാദൂറിനെ കൊന്ന പോലെ ഇദ്ദേഹത്തെയും കൊല്ലുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഏതായാലും കൊന്നില്ല. ഒരു ഒക്ടോബർ മാസത്തിൽ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പിരിച്ചു വിട്ടു. അപ്പോൾ അദ്ദേഹം വന്നത് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഈ സിഖ് മതക്കാരെല്ലാം അവരുടെ നാട് മുഴുവൻ ദീപങ്ങൾ തെളിയിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചത്. വൈകുന്നേരം ആയപ്പോഴും അവിടെ വന്നത്. അതാണ് അവരുടെ ദീപാവലി എന്ന് പറയുന്നത്. അല്ല, ഹിന്ദുക്കളുടെ ദീപാവലിയും സിഖുകാരുടെ ദീപാവലിയും ഒന്നല്ല. അത് ഏതാണ്ട് ആ ദിവസം തന്നെയായിരുന്നു അത് സംഭവിച്ചത്. ഒരു അമാവാസി നാളിലായിരുന്നു. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടു. അദ്ദേഹം ആൾക്കാരുടെ കൂടെ നടന്ന് പഞ്ചാബിലെത്തിയപ്പോഴത്തേക്കും സന്ധ്യയായി. അപ്പോഴത്തേക്കും അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഈ പഞ്ചാബികളെല്ലാം, പഞ്ചാബികൾ എന്ന് വെച്ചാൽ സിഖ് മതക്കാർ, ഈ സിഖ് മതക്കാരെല്ലാം ദീപം തെളിയിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചതാണ് ഈ സിഖ് മതക്കാരുടെ ദീപാവലി. അത് ഏതാണ്ട് ഈ ദീപാവലി സമയത്ത് തന്നെയാണ് ആ ദീപാവലി നടക്കുന്നത്. പക്ഷേ അവരാഘോഷിക്കുന്നത് അവരുടെ ദീപാവലിയാണ്. അത് ഈ ദീപാവലിയായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ദീപാവലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ഇങ്ങനെയുള്ള കാരണം, അപ്പം ഇവർ ഈ വിഭജന സമയത്ത്, അപ്പോൾ ഇത് മനസ്സിലുണ്ട്, ബ്രാഹ്മണരുടെ മനസ്സിലിതുണ്ട്. അത് കഴിഞ്ഞ് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ബ്രിട്ടീഷ് ഭരണം വന്നു. അതുപോഴത്തേക്കും ഇന്ത്യ വിഭജിക്കണം എന്നായി. അപ്പോൾ ഇന്ത്യ വിഭജനത്തിൻ്റെ ആ ഇത് വരുമ്പോഴത്തേക്കും, ആ കാര്യം പറയുമ്പോഴത്തേക്കും അത് വെറും ഹിന്ദു മുസ്ലിം മൈത്രി ബന്ധം തകർന്നതുകൊണ്ടൊന്നുമല്ല. അതിനേക്കാൾ വലിയ വലിയ റീസൺസ് അതിൻ്റെ പുറകിലുണ്ട്. അതായത് ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നു, ഇന്ത്യ എന്ന് പറയുന്ന ഭൂമി, അല്ലെങ്കിൽ ഈ ഇവരുടെ ആയിട്ടുള്ള ബ്രാഹ്മണർ ഉദ്ദേശിക്കുന്ന ഭാരത ഭൂമിയിൽ എന്തൊക്കെ വേണം. അത് ഈ കർത്താർപൂരിലെ ഈ ഗുരുദ്വാര അത് വേണ്ട. പിന്നെ അതുപോലെ പഞ്ചാബിൽ ഈ സിഖ് മതക്കാരുടെ ലാൻഡേ വേണ്ട. അത് മുഴുവൻ പഞ്ചാബ് മുഴുവൻ ഇവിടുന്ന് വെട്ടിമുറിക്കണം. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് ഇതെല്ലാം ഇവിടുന്ന് വെട്ടിമുറിക്കണം എന്നായി. അതുപോലെ തന്നെ പഞ്ചാബ് സിന്ധിൻ്റെ ആ പ്രദേശത്തുകൊണ്ട് പ്രശ്നങ്ങൾ പാകിസ്ഥാൻ്റെ. കാരണം അവിടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ്രാവിഡരുടെ ക്രെഡിൽസാണ്, അവരുടെ തൊട്ടിലാണ് സംസ്കാരത്തിൻ്റെ. അതും ഇവിടെ വേണ്ട. അതൊക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം ഈ ദ്രാവിഡരുടെ ഈ ക്രെഡിൽസായ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹാരപ്പ, മോഹൻജോദാരോ, അതിവിടെ വേണ്ട. അതും പറഞ്ഞ് പിന്നെ അവർ വലിയ ഊറ്റം കൊള്ളും ദ്രാവിഡർ. അതുപോലെ സിഖ് മതക്കാരുടെ ഗുരുദ്വാര, സിഖ് മതക്കാരുടെ മറ്റ് അടയാളങ്ങൾ, സിഖ് മതക്കാരുടെ അവർ ഇപ്പോൾ താമസിക്കുന്ന പഴയ ഭാരതത്തിൻ്റെ ആ ലാൻഡ് അതേ ഇവിടെ വേണ്ട. അത് മുഴുവൻ ഇവിടുന്ന് വെട്ടിമുറിക്കണം. അതായത് ഭാരതത്തെ അവർ അത്രയധികം വെറുതിരുന്നു. ഇന്ന് ഭാരതമാത കീ ജയ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഭാരതത്തെ ഇവർ ആക്ച്വലി ഇവരുടെ പൂർവികർ വെറുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു. അത് ഇതാണ് കാരണം. പിന്നെ ഈസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇതുപോലെ തന്നെ പ്രശ്നമുണ്ടായിട്ട് അവിടെ കുറേ ആൾക്കാർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും. അവിടെ അടിഞ്ഞുകൂടി അവിടെ ധാരാളം പോപ്പുലേഷൻ ഉണ്ടാവുകയും, അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് അംബേദ്കർ അവിടെ മത്സരിക്കാൻ പോവുകയും അംബേദ്കറിന് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധി, നെഹ്റു എല്ലാം അവിടെ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അംബേദ്കർ ഒരിക്കലും അവിടെ ജയിക്കത്തില്ല. ജയിച്ചു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിൽ വരത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ അവിടുത്തെ ജനങ്ങൾ അംബേദ്കർക്ക് വോട്ട് കൊടുത്തു. ഭയങ്കര ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിച്ചു. അപ്പോൾ ആ ജനങ്ങളോടുള്ള വെറുപ്പ്, എന്തുകൊണ്ട് നിങ്ങൾ അംബേദ്കർ, ഞങ്ങൾ പറഞ്ഞിട്ടും അംബേദ്കറെ നിങ്ങൾ എന്തുകൊണ്ട് അവിടുന്ന് വിജയിപ്പിച്ചു? അതുകൊണ്ട് നിങ്ങളുടെ ഈ ഭൂമി, നിങ്ങൾ ഈ ഈസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ ഈ ജനത അവർ താമസിക്കുന്ന ഭൂമി ഇന്ത്യയിൽ വേണ്ട. അപ്പോൾ അതാണ് ഈ പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഭൂപ്രദേശമാണ് ഈസ്റ്റ് ബംഗാൾ. അപ്പോൾ ഈസ്റ്റ് ബംഗാൾ വെട്ടിമുറിക്കാനുള്ള കാരണം അതാണ്.
പഞ്ചാബ് വെട്ടിമുറിക്കാനുള്ള കാരണം ഇതാണ്. അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്ന സിന്ധ ഭാഗങ്ങൾ വെട്ടിമുറിക്കാനും കാരണം. അപ്പം ഈ 3 ഭൂപ്രദേശങ്ങളും ഇവരുടെ ഈ ആര്യാവർത്തത്തിൽ അല്ലെങ്കിൽ ഇത് സ്വതന്ത്ര ഇന്ത്യയിൽ വേണ്ട എന്ന് നേരത്തെ തന്നെ ഇവർ തീരുമാനിച്ചിരുന്നു. അതിനനുസരിച്ച് നടത്തിയ ചരടുവലികളെല്ലാം ചെയ്താണ് ഇവർ ഇന്ത്യ വിഭജനം ഉണ്ടാക്കിയത്. അല്ലാതെ വെറും ജിന്നയാണ്, നെഹ്റുവാണ്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണ്, ഇവരാരും ഇതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും, ഇവരൊന്നും ഇതിനകത്ത് ഒരു പോയിൻ്റേ അല്ല. ആ പോയിൻ്റൊക്കെ വെറുതെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ വയ്യാത്തതുകൊണ്ട് ഇവരെയൊക്കെ കരുവാക്കി ഓരോ കഥകളുമൊക്കെ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ദ്രാവിഡരോടുള്ള ദേഷ്യം. അവരൊരിക്കലും അതും പറഞ്ഞ് ഊറ്റം കൊള്ളരുത് അവരുടെ പാരമ്പര്യം. അതുപോലെ തന്നെ സിഖ് മതക്കാരൊരിക്കലും അവരുടെ കാര്യം പറഞ്ഞ് ഊറ്റം കൊള്ളരുത്, അവർ ഉണരരുത്, അവർ ശത്രുരാജ്യമായിട്ടൊരു രാജ്യത്ത് മാറിയിരിക്കണം. അതുപോലെ തന്നെ ബി.ആർ. അംബേദ്കറെ ജയിപ്പിച്ച ഈസ്റ്റ് ബംഗാളിലെ ജനങ്ങളും അവരുടെ ഭൂപ്രദേശവും അവരും ഇവിടെ വേണ്ട. ഇതെല്ലാം ഇല്ലാത്തൊരു ഇന്ത്യയാണ് ഇവർ പ്രതീക്ഷിച്ചത്. അത്തരം ഒരു ഇന്ത്യയാണ് ഇവർ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, ഇവരെ മനസ്സിൽ ഇരിപ്പ് ഇതായിരുന്നെങ്കിലും അപ്പോൾ അതിനു മുമ്പ് തന്നെയും പഞ്ചാബിൽ ഇവർ കൃഷി ചെയ്ത് പഞ്ചാബിൽ സ്വർണം വിളയിച്ച് ഗോതമ്പും നെല്ലും കോട്ടണും എല്ലാം വിളയിച്ച് പഞ്ചാബിനെ നല്ല ഒരു നെല്ലറയാക്കി. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ അത് ലോക പ്രശസ്തമായി. അവരെല്ലാം ലോകത്തുള്ള ന്യൂസ് പേപ്പറെല്ലാം എഴുതി പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റാണെന്ന്. അപ്പോൾ അങ്ങനെ പഞ്ചാബിന് അങ്ങനെ പേര് വന്നു, ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ഇന്ത്യ എന്ന് പേര് വന്നു. അപ്പോഴത്തേക്ക് ഇവർക്ക് വേണ്ട, എന്ത് ബ്രെഡ് ബാസ്ക്കറ്റ് ആയാലും ശരി ഇവർക്ക് പഞ്ചാബ് ഇന്ത്യയിൽ വേണ്ട എന്നുള്ളതായിരുന്നു. ഇവിടുത്തെ ബ്രാഹ്മണി അങ്ങനെയാണ്. അപ്പോൾ എന്നാൽ ഈ ചെയർ ടു ബൗണ്ടറി കമ്മീഷൻ സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു ഇവിടെ വിഭജനത്തിന് വന്നതും വിഭജനത്തിൻ്റെ ബൗണ്ടറി ഉണ്ടാക്കിയതും. അദ്ദേഹം ഇവർ പറഞ്ഞൊന്നും കേട്ടില്ല. ഇവരുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് ഇവർ പറഞ്ഞില്ല. പക്ഷേ ഇവരോട് അവർ കമ്പൽ ചെയ്തു ഇത് പൊതുവിലേക്ക് ഇതെല്ലാം ഒഴിവാക്കുന്നത്. പക്ഷേ അയാൾ കേട്ടില്ല. അയാൾ പഞ്ചാബിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്ത്യയിലും കുറേ ഭാഗങ്ങൾ പാകിസ്ഥാനിലുമായിട്ടാണ് അയാൾ ബൗണ്ടറി ഉണ്ടാക്കിയത്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ്ട് 2,05,34 സ്ക്വയർ കിലോമീറ്റർ പ്രദേശവും ചെനാബ് ജലം 2 നദികളും അത് പാകിസ്ഥാനിലേക്ക് പോയി. ബാക്കിയെല്ലാം ഇപ്പുറത്ത് വന്നു. അപ്പോൾ ഇതെല്ലാം ഇപ്പുറത്ത് വന്നിട്ടോ അപ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാവുന്ന കുറേ അവിടുത്തെ കുറേ മുസ്ലിം സഹോദരന്മാരൊക്കെ ഇവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് പോരൂ, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടാകും, ഇവരുണ്ടാക്കും എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവർ പോയില്ല. ഇവരെന്ത് ചെയ്തു, ഇവർ ഇന്ത്യയിലേക്ക് കിട്ടിയ പഞ്ചാബിൻ്റെ പ്രദേശത്ത് ഇവർ താമസിച്ചു. മുസ്ലിങ്ങളും കുറേ പേര് പോയില്ല, അവരും ഇവിടെ താമസിച്ചു. അപ്പോഴത്തേക്കും വിഭജനം നടന്നെങ്കിൽ പോലും പ്രശ്നങ്ങളാണ്. കാരണം ഇവർ ഉദ്ദേശിച്ച പോലെ ഈസ്റ്റ് ബംഗാളിൽ അന്ന് വെട്ടിമുറിക്കാൻ കൊടുത്തില്ല. ഈസ്റ്റ് ബംഗാൾ അത് ഇന്ത്യ തന്നെ വരുന്നു. പിന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ ഉണ്ടാക്കിയെങ്കിലും പാകിസ്ഥാനിലേക്ക് മുഴുവൻ മുസ്ലിങ്ങളും പോയില്ല, കുറേ മുസ്ലിങ്ങൾ ഇവിടെ തന്നെ കിടന്നു. പിന്നെ മുഴുവൻ ഈ സിഖുകാരെ വിഭജിച്ച് മാറ്റാമെന്ന് വിചാരിച്ച സിഖുകാർ ഒരെണ്ണം പോലും പോയില്ല. എല്ലാ സിഖുകാരും എല്ലാ സിഖ് മതക്കാരും ഇന്ത്യ തന്നെയായി. ഭൂപ്രദേശം കുറച്ച് പോയത് മാത്രമേ ഉള്ളൂ. പിന്നെ ജമ്മു കാശ്മീരിൻ്റെ ആ ഭാഗത്ത് ഹിമാചൽ പ്രദേശും ഹരിയാനയുടെ പ്രദേശം ഒട്ടും പോയില്ല. ഹിമാചൽ പ്രദേശ് ഇന്ത്യക്ക് തന്നെ കിട്ടി. അപ്പോൾ ഇവരെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. ഏതാണ്ട് ഒരു 50-50 പകുതി വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അപ്പോൾ അതും വീണ്ടും പകയായി. അങ്ങനെ പകയായപ്പോഴത്തേക്കും പിന്നെ ഇവരെന്ത് ചെയ്തു, ഈ സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ സെൻസസിൽ തന്നെ ഇവരെന്ത് ചെയ്തു, ഇവരെ ഈ സിഖ് മതക്കാരെ അവരെ SC ST ആയി, അല്ലെങ്കിൽ ദളിതരാക്കി. അപ്പം അതിനുമുമ്പ് അവർ ദളിതരല്ലായിരുന്നു. അപ്പോൾ അവരോടുള്ള പക കാരണം, വിവേചനം കാരണം ഈ സർദാർമാരെ അല്ലെങ്കിൽ ഈ സിഖ് മതക്കാരെ അവർ SC ST ആക്കി പ്രഖ്യാപിച്ചു. അവർ അപ്പം ദളിതരായി. അതാണ് അവരെ അമ്പലത്തിലൊന്നും കയറ്റത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ അപ്പം ഈ ഫരീദ് കോട്ട് ഇതിന് ശേഷം പിന്നെ ധാരാളം പ്രശ്നമുണ്ടായി. ഈ ഫരീദ് കോട്ട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റുണ്ട്, ബാർഗാണി വില്ലേജിൽ. അവിടെ RSSകാർ പ്രകടനങ്ങൾ നടത്തുകയും ഇവരെ ഹോളി ബുക്കായ ഗുരുഗ്രന്ഥ സാഹിബ് കത്തിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ ദയാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഹിന്ദു മതമൊക്കെ സ്ഥാപിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സത്യാർത്ഥ പ്രകാശ് എന്ന് പറഞ്ഞൊരു ജേർണലുണ്ട്. അതിൽ നിരന്തരം ഇവരെക്കുറിച്ച് എഴുതുമായിരുന്നു, കളിയാക്കി എഴുതുമായിരുന്നു, അല്ലെങ്കിൽ അപഹസിച്ച് എഴുതുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇതാണ്, ഇവരാരാന്ന് ഇവർക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ആൾക്കാർ തിരിച്ചു വരികയൊക്കെ ചെയ്തു. അല്ലെങ്കിൽ ആദ്യം ഇവർ മൈഗ്രേറ്റ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയ നാനാം ദേശത്തും പോയി പലതരത്തിലുള്ള അധമ ജോലികൾ അതെല്ലാം ചെയ്ത് ജീവിച്ചപ്പോൾ അവർ തന്നെ ഉണ്ടായിരുന്ന ഈ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു
ബ്രാഹ്മണരുടെ സേവനം ക്ഷത്രിയർക്ക് വേണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, ബ്രാഹ്മണരുടെ ഈ പൂജകളൊക്കെ ചെയ്യാനായിട്ട് രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ കുട്ടികളുണ്ടായാൽ അതിലെന്തോ പൂജകൾ, കല്യാണം എന്നുള്ള പൂജകൾ, ആരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ അത് ഈ പൂജകളൊക്കെ ചെയ്യാനായിട്ട് ഒരു കൂട്ടം ക്ഷത്രിയ യുവാക്കളെ ഇവർ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം വളർന്നു വരികയും അവർ പൂജാതി കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ അന്ന് ക്ഷത്രിയ ബ്രാഹ്മണർ എന്നാണ് വിളിച്ചിരുന്നത്, ക്ഷത്രിയ ബ്രാഹ്മണർ. ഈ ക്ഷത്രിയ ബ്രാഹ്മണർ ഇതുപോലെ തന്നെ ഈ BC 150 ശേഷം ഇതുപോലെ പുഷ്യമിത്ര ശുംഗൻ എല്ലാവരും തല്ലി ഓടിച്ചപ്പോൾ അവർ ഓടിപ്പോയി. പക്ഷേ അവർ ഓടിപ്പോയപ്പോഴത്തേക്കും ബ്രാഹ്മണരുടെ കൺവട്ടത്തു നിന്നും മറഞ്ഞ് എവിടെയെങ്കിലും ജീവിക്കാൻ വേണ്ടി അവർ അങ്ങ് വടക്കോട്ട് പോയി. അവർ പോയി എത്തിപ്പെട്ടത് കാശ്മീരിലാണ്. അവരുടെ ഒരു കൂട്ടം ഉണ്ട്. ഈ ക്ഷത്രിയ ബ്രാഹ്മണർ പറഞ്ഞ ആ കൂട്ടം മുഴുവൻ ചെന്നപ്പെട്ടത് കാശ്മീരിലാണ്. അങ്ങനെ കാശ്മീരിൽ ചെന്നതിന് ശേഷം അവിടെ പൂജയ്ക്കും അല്ല അതുപോലെയുള്ളതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ കമ്പിളി തുണികളുടെയും മറ്റ് ജോലികളും ചെയ്ത് അവിടെ ഇങ്ങനെ ജീവിച്ചു. അങ്ങനെ വന്ന് അവർ പണ്ഡിറ്റുകൾ, പിന്നീട് പിൽക്കാലത്ത് അവർ പണ്ഡിറ്റുകൾ എന്നുള്ള പേരാണ്. അതാണ് ഈ ക്ഷത്രിയ ബ്രാഹ്മണരാണ് പിന്നീട് കാശ്മീരി പണ്ഡിറ്റുകളായി മാറിയത്. നമുക്കറിയാം ഈ നെഹ്റുവിൻ്റെ കുടുംബം, ഇന്ദിരാഗാന്ധിയുടെ കുടുംബം, നെഹ്റുവിൻ്റെ കുടുംബം അല്ലെങ്കിൽ ആ മോത്തിലാൽ നെഹ്റുവിൻ്റെ കുടുംബം അത് ഈ പണ്ഡിറ്റാണ്, കാശ്മീരി പണ്ഡിറ്റാണ്. അതായത് അവർ BC 2-ാം നൂറ്റാണ്ടിൽ ഇവരെ ഓടിച്ചുവിട്ട, ഭാരതം മുഴുവൻ ഉന്മൂലനം നടത്തി അവിടുന്ന് ഓടിച്ചുവിട്ട അന്നത്തെ ക്ഷത്രിയ ബ്രാഹ്മണരായിരുന്നു പിന്നീട് ഈ കാശ്മീരി പണ്ഡിറ്റായിട്ട് വന്നത്. ഈ കാശ്മീരി പണ്ഡിറ്റ് ആരാന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് അവരെ എങ്ങും പൂജയ്ക്ക് ഇവരെ അംഗീകരിക്കത്തില്ല. അല്ലെങ്കിൽ ഇവരെ ബ്രാഹ്മണർ, നമ്മളൊക്കെ നോക്കുന്ന കാശ്മീരി പണ്ഡിറ്റും ബ്രാഹ്മണരാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കാശ്മീരി പണ്ഡിറ്റ് ബ്രാഹ്മണരല്ല, കുലപരമായിട്ട് അവർ ബ്രാഹ്മണരല്ല എന്ന് ഇവിടുത്തെ ബ്രാഹ്മണർക്കറിയാം. അതുകൊണ്ട് അവരെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. നെഹ്റുവിനെയും ഒക്കെ എന്നും കളിയാക്കുന്നു, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അവരുടെ കുടുംബത്തൊക്കെ എപ്പോഴും ഒരു കളിയാക്കാൻ കാരണം അതിൻ്റെ പിന്നിലെ രഹസ്യം ഇതാണ്. പക്ഷേ രണ്ട് കൂട്ടർ ഈ വിവരങ്ങൾ പറയുന്നില്ല. പറഞ്ഞാൽ ഈ പറയുന്ന കഥകളെല്ലാം പറയേണ്ടി വരും. അപ്പോൾ ഈ ക്ഷത്രിയ ബ്രാഹ്മണർ, അതാണ് ഇത് കാശ്മീരി പണ്ഡിറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നെ വന്നത്, അപ്പോൾ എന്നാൽ ഇവർ ഇത്രയെല്ലാം ഉപദ്രവം ചെയ്തതിന് ശേഷവും ഈ പഞ്ചാബികൾ അധ്വാനിച്ചും കൃഷി ചെയ്തും അധ്വാനിച്ചും കന്നുകാലികളെ വളർത്തിയും ഒക്കെ അവർ സുഖമായിട്ട് ജീവിച്ചു. അവർ റിച്ചാകുകയാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ മക്കൾ ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ആകെപ്പാട് കിട്ടുന്നത് മിലിറ്ററിയിലാണ്. മിലിറ്ററി അവരെ ജോലിക്ക് വെക്കാൻ തന്നെ കാരണം മറ്റുള്ള 2% സിഖ് മതക്കാരുള്ളത്. പക്ഷേ അവരുടെ കോട്ട 20% മിലിറ്ററി കൊടുക്കുക. കാരണം യുദ്ധത്തിന് വേണ്ടി അവരെ എന്തെങ്കിലും യുദ്ധം ഉണ്ടായാലും യുദ്ധമുഖത്തേക്ക് ഇവരെല്ലാം അവധി എടുക്കും. ഇവരെ യുദ്ധത്തിന് പറഞ്ഞു വിടും. അതായത് ഇവരാണ് പോയി ചാകുന്നത്. ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ മരിക്കുന്നത് ഈ സിഖ് മതക്കാരാണ്. കാരണം അവരെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിടുവാണ്, വേറൊന്നുമല്ല. അങ്ങനെ അവർ യുദ്ധം ചെയ്യുകയും ഈ യുദ്ധം ഇത് മാത്രമേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് അവരുടെ മക്കളൊക്കെ ഇവിടുന്ന് പോയി അമേരിക്ക, കാനഡ, അയർലൻഡ്, ലണ്ടൻ ഇങ്ങനെയുള്ള പല സ്ഥലത്തും പോയി ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ പുതിയ മെഷീനറി, അവിടെ കാണുന്ന അഗ്രികൾച്ചർ സിസ്റ്റംസും ആ മെഷീനറി, മോഡേൺ ടെക്നോളജി എല്ലാം അവിടെ കണ്ടതെല്ലാം അവരിവിടെ കൊണ്ടുവന്നും അവരുടെ മക്കളൊക്കെ ഇവിടെ കൊണ്ടുവന്നും. അങ്ങനെ പഞ്ചാബിലെ കൃഷി വളരെയധികം മറ്റുള്ള സ്റ്റേറ്റിലെ കൃഷിയേക്കാൾ മികച്ച രീതിയിൽ പഞ്ചാബിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ സമ്പന്നരായി. അവർ മറ്റുള്ള ഏത് സ്റ്റേറ്റിനേക്കാളും പെർ ക്യാപിറ്റ ഇൻകം നോക്കിയാണ് പഞ്ചാബികളുടെ ഇൻകം വളരെ കൂടുതൽ. കാരണം അധ്വാനിക്കുന്നവർ അവരുടെ മണ്ണിൽ അവർ പൊന്നു വിളയിക്കുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെയും, അതായത് ബ്രാഹ്മണരോ അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു ജനതയോ ജീവിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ പഞ്ചാബികൾ ജീവിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് പിന്നെയും പങ്കയായി. അപ്പോൾ ഇവരെ വീണ്ടും എങ്ങനെയെങ്കിലും ഒതുക്കണം, അല്ലെങ്കിൽ ഇവരെ വീണ്ടും ഇങ്ങനെ തെണ്ടികളായിട്ട് നടത്തണം. അതിനുവേണ്ടി ഇങ്ങനെ പല തന്ത്രങ്ങളും ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും വളരെ കാലം നീണ്ടുപോയി. അങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു ഐഡിയ കിട്ടിയത്. ആ ഐഡിയ കിട്ടാൻ ഇങ്ങനെയാണ് കാരണം. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം. ഇസ്രായേലുമായിട്ട് ഇവിടുത്തെ ബ്രാഹ്മണ ലോബിക്ക് വളരെ രഹസ്യ ബന്ധങ്ങളുണ്ട്, ധാരാളം രഹസ്യ ബന്ധങ്ങളുണ്ട്. അത് അവരുടെ വംശീയപരമായിട്ടുള്ള രഹസ്യ ബന്ധങ്ങളാണ്. അത് മറ്റാർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ആ ബന്ധം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ പോയി UPA ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ മറ്റുള്ളവർ അവിടെ പോയി പല പരിശീലനം, അതുപോലെ തീവ്രവാദ പരിശീലനങ്ങൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാഗാലാൻഡിൽ പോയി ചെയ്തിട്ടുണ്ട്. അവസാനം പിന്നെ നാഗാലാൻഡിനെ ഉപേക്ഷിച്ചിട്ട് ഈ ഇസ്രായേലിലായിരുന്നു ഈ പരിശീലനം എല്ലാം നടത്തിയിരുന്നത്. അങ്ങനെ പരിശീലനം കൊടുക്കുക. ഇവിടുത്തെ ബ്രാഹ്മണ ലോബിയായിട്ട് വളരെ വലിയൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഇസ്രായേലികൾ. ആ ഇസ്രായേലുമായിട്ട് ഈ ബന്ധം സ്ഥാപിച്ചപ്പോഴത്തേക്ക് ഇസ്രായേലിനാർ നമുക്കറിയാം, അവിടെ ആകപ്പാടെ 4,33,000 ഹെക്ടർ കൃഷിഭൂമി മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ഇങ്ങനെ വളർന്നു വരുന്ന പോപ്പുലേഷന് ഈ കൃഷിഭൂമിയിൽ ഉണ്ടാക്കുന്ന ആഹാരം കൊണ്ടൊന്നും തികയത്തില്ല. അപ്പോൾ അവർ ലോകത്തുള്ള മറ്റ് പല രാജ്യക്കാരോടും ചോദിച്ചു, ഹൈബ്രിഡ് കൃഷി ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾക്ക് ഭൂമി തരാമെന്ന് ചോദിച്ചു. പക്ഷേ ഇസ്രായേലികൾക്ക് ഭൂമി കൊടുത്താൽ പിന്നെ നാളെ അത് പുല്ലാപ്പാകും, അല്ലെങ്കിൽ പ്രശ്നങ്ങളാകുമെന്ന് മറ്റുള്ള രാജ്യക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവരാരും ഭൂമി കൊടുത്തില്ല. അങ്ങനെ അവർ
ലോബി ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ അതുപോലെ തന്നെ ചോദിച്ചു. ഇവിടുത്തെ ബ്രാഹ്മണ ലോബി അത് സമ്മതിച്ചു. കാരണം അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. അങ്ങനെ അപ്പോഴത്തേക്കും ബ്രാഹ്മണ ലോബിയുടെ കളിപ്പാവയായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഗുജറാത്തിലെ അന്നത്തെ ചീഫ് മിനിസ്റ്ററായിരുന്ന മോദിയായിട്ട് ബന്ധം സ്ഥാപിച്ചു. അങ്ങനെയാണ് ഗുജറാത്തിലെ 10 ലക്ഷം ഹെക്ടർ, അതായത് ഇസ്രായേലിലുള്ളതിനേക്കാൾ ഇരട്ടി സ്ഥലം 10 ലക്ഷം ഹെക്ടർ ഭൂമി ഇവർ കൊടുത്തു, ഇസ്രായേലികൾ കൊടുത്തു. അങ്ങനെയാണ് നേതാ ഫിലിംസ് പ്രൊജക്റ്റ് എന്ന ഒരു പ്രൊജക്റ്റ് അവിടെ നിന്ന് നേതാ ഫിലിംസ് പ്രൊജക്റ്റ്. അത് മൈക്രോ ഇറിഗേഷൻ ആൻഡ് അഡ്വാൻസ്ഡ് അഗ്രികൾച്ചർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒന്ന് ആ പ്രൊജക്റ്റ് അവിടെ വരികയും അവിടെ ഇത്രയും വലിയ വിശാലമായ സ്ഥലത്ത് കൃഷി ചെയ്യുകയും അവിടെ ധാരാളം ഈ ചൈൽഡ് ലേബർ, അതായത് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോളിനേഷൻ. ഇത്രയും വിശാലമായ സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്താൽ ഈ പരാഗണം നടക്കണമെങ്കിൽ അതിനുമാത്രം ബട്ടർഫ്ലൈസോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ വേണം. അപ്പോൾ ഇത്രയും വലിയ വിശാലമായ സ്ഥലത്ത് ഇതുമാത്രം ബട്ടർഫ്ലൈക്ക് ഒരു ലിമിറ്റില്ലേ. അതുപോലെ അത് ശരിയായ രീതിയിൽ ഈ പോളിനേഷൻ നടക്കാത്തതുകൊണ്ട് പിള്ളേരുടെ കൊച്ചു കുട്ടികളുടെ കയ്യിൽ ഈ ടെന്നീസ് ബാറ്റ് പോലെ ഉള്ള എന്തോ സാധനം കൊടുത്തിട്ട് അവർ പോയി ഈ ചെടികളെല്ലാം ഇങ്ങനെ തട്ടി ഇളക്കുമ്പോഴത്തേക്ക് ഈ ഒരു പൂവിൽ നിന്ന് പരാഗണങ്ങൾ താഴെ വീഴും. അത് കാറ്റിൽ പറന്ന് മറ്റേ ചെടിയുടെ പൂവിൽ പോയി വീഴും. അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് പരാഗണം നടത്താനായിട്ട്, ഈ പോളിനേഷൻ നടത്താനായിട്ട് അതിന് വലിയ ആൾക്കാർ അതിൻ്റെ ഈ ചെടികൾ എടുക്കണമെന്നാൽ ചെടികളൊക്കെ ഒടിഞ്ഞു പോകും. അതിന് കൊച്ചു കുട്ടികളെ ഇവർ ഉപയോഗിച്ചു, അതായത് ചൈൽഡ് ലേബർ ധാരാളം ഉപയോഗിച്ചു. അപ്പം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. കുട്ടികൾ ഇങ്ങനെ ഈ ചെടികളുടെ ഇടയ്ക്കൂടെ ഈ പരാഗണം നടത്താനായിട്ട് ഇങ്ങനെ ആ ചെടികളെല്ലാം തട്ടി കളിക്കും. അവർക്ക് പൈസ കൊടുക്കും, ഈ പിള്ളേരുടെ മാതാപിതാക്കൾക്ക് പൈസ കൊടുക്കും. അപ്പോൾ അവർ വിചാരിക്കും ഈ കുട്ടികളെ എന്തിനാണ് സ്കൂളിൽ വിടുന്നത്, ഇതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾക്ക് ഈ നെക്ടർ അല്ലെങ്കിൽ ഈ പരാഗണങ്ങൾ ഇത് അവരുടെ മൂക്കിലൊക്കെ അടിച്ച് കയറിയിട്ട് അവർക്ക് പലതരത്തിലുള്ള ആസ്മ പോലെയുള്ള ധാരാളം രോഗങ്ങളുണ്ടായി. അപ്പോൾ ഈ രോഗങ്ങളുണ്ടാകാൻ കാരണം ഈ ചെടികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അങ്ങനെ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ട്. ഈ ചൈൽഡ് ലേബറെ കുറിച്ച് ധാരാളം കംപ്ലയിൻ്റൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. എന്തായാലും അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്കും ഇതുകൊണ്ട് ഈ 10 ലക്ഷം ഹെക്ടർ കൊണ്ടും തികയാത്തതുകൊണ്ട് അവർ വിചാരിച്ചെന്താ, പഞ്ചാബിൽ കിടക്കുന്ന ഈ ഭൂമികളെല്ലാം എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചാൽ, ഈ സിഖ് മതക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണെങ്കിൽ പിടിച്ചു പറിച്ചാൽ അവർക്ക് ഇഷ്ടം പോലെ കൃഷി ചെയ്യാം. അങ്ങനെ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് പൈസ സമ്പാദിക്കാം. അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർക്ക് സമ്പാദിക്കാം. അതുകൊണ്ട് ഈ പഞ്ചാബികളെ എങ്ങനെയെങ്കിലും ഓടിക്കണം, അതിനുള്ള പദ്ധതി ഉണ്ടാക്കുക. അതായിരുന്നു കാർഷിക ബില്ല്. കാർഷിക ബില്ലിൻ്റെ രഹസ്യം ഇതാണ്. അപ്പോൾ പഞ്ചാബികളായിട്ടുള്ള ഈ സിഖുകാരോട് ഒന്നും ആലോചിക്കാതെ ഉണ്ടാക്കിയ ഒരു ബില്ലാണ് ഈ കാർഷിക ബില്ല്. അതിൻ്റെ കാർഷിക ബില്ലിനകത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ്, അവരെ ചതിക്കാനുള്ള പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, നമുക്കറിയാം താങ്ങുവില 10 വർഷമായിട്ട് അവരുടെ ഒരു പ്രോഡക്റ്റിനും താങ്ങുവില കൊടുത്തിട്ടില്ല. അപ്പം അവർക്ക് ഏതൊരു പ്രോഡക്റ്റിനും അവരുടെ എന്ത് വില കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. തീരെ കുറച്ച് വിലയ്ക്ക് വിൽക്കേണ്ടി വരും. അപ്പോൾ കർഷകരുടെ കടം നേരത്തെ തന്നെ എഴുതി പറഞ്ഞാൽ ഓരോ വർഷം പറയുന്നല്ല, കടം എഴുതി തള്ളിയിട്ടേ ഇല്ല. അതുപോലെ ഓപ്പൺ മണ്ടി അത് അവർ നിർത്തലാക്കും. അങ്ങ് നിർത്തലാക്കിയാൽ പിന്നെ എവിടെ കൊണ്ട് വിൽക്കും? ആരെങ്കിലും കോർപ്പറേറ്റുകൾ വന്ന് എന്തെങ്കിലും വിലക്ക് എടുത്തുകൊണ്ട് പോയി അവർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് അത് ഇല്ലാതാക്കി. അപ്പോഴത്തേക്കും പൂഴ്ത്തിവയ്പ്പിൽ കോർപ്പറേറ്റുകൾക്ക് സാധനം വാങ്ങിച്ച് പൂഴ്ത്തി വയ്ക്കാൻ പറ്റും. എന്നിട്ട് പൂഴ്ത്തി വെച്ചിട്ട് വില കൂട്ടാം. അങ്ങനെ മാർക്കറ്റ് എന്നിട്ട് വില കൂട്ടി വിൽക്കാൻ പറ്റും. പിന്നെ അതാണ് APMC മാർക്കറ്റ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് കമ്മിറ്റി അത് തന്നെ പിരിച്ചു വിടാനായിട്ട് ഇവർ തീരുമാനിച്ചു ഈ ബില്ലനുസരിച്ച്. പിന്നെ GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എല്ലാത്തിൻ്റെ വിത്തുകളും അങ്ങനെയാണ് GMO ആയിട്ട് വരും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ വർഷത്തെ ഇത് ധാന്യത്തിൽ നിന്ന് അവർക്ക് നല്ലപോലെ ഉണക്കിയെടുത്ത് അടുത്ത വർഷം വിതയ്ക്കാൻ പറ്റത്തില്ല. അതിൽ നിന്ന് വിതച്ച ഒന്നും ഉണ്ടാകത്തില്ല. എല്ലാ വർഷവും പുതിയ വിത്ത് വാങ്ങണം. ആ വിത്തിൻ്റെ വില ഇവിടെയുള്ള അഡാനിയോ അംബാനിയോ ആരെങ്കിലും തീരുമാനിക്കും. ആ വലിയ വിലയ്ക്ക് വിത്ത് മേടിച്ചുകൊണ്ട് വന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഹാർവെസ്റ്റിംഗ് സമയത്ത് വളരെ വില കുറച്ച് അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ അവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ കൃഷിക്കാരെല്ലാം അല്ലെങ്കിൽ കൃഷിക്കാരെല്ലാം കൃഷി നഷ്ടമായിട്ട് അവരവരുടെ ഭൂമി കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് ഓടിപ്പോകും എന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ അവർ പോകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. കാർഷിക ബില്ല് കൊണ്ട് അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്. അതായത് പഞ്ചാബിലെ സിഖ് മതക്കാരായ കർഷകരുടെ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുകയും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ അവരവരുടെ ഭൂമി കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് അവരെവിടെയെങ്കിലും തെണ്ടുകളായിട്ട് വല്ല ഫളയോറിൻ്റെ കീഴിയോ അല്ല വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാണ്ട് അവരൊന്ന് ഓടിപ്പോകും. അങ്ങനെ അപ്പോഴത്തേക്ക് വിശാലമായ അവരുടെ നെൽപ്പാടങ്ങളോ ഗോതമ്പ് പോയിലോ എല്ലാം പിടിച്ചെടുത്ത് അത് ഇവർക്ക് ഇഷ്ടം പോലെ കൃഷി ചെയ്ത് ഇവരുടെ ഇസ്രായേലിൻ്റെ സഹായത്തോടെ കൃഷി ചെയ്ത് അംബാനിക്കും അഡാനിക്കും മോദിക്കും ഷായ്ക്കും ഒക്കെ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാം എന്നാണ് അതിനുവേണ്ടിയാണ് ഇവർ ഈ കാർഷിക ഉണ്ടാക്കിയത്. അല്ലാതെ അതിൻ്റെ മുന്നിൽ മറ്റു യാതൊരു ഉദ്ദേശങ്ങളൊന്നുമില്ലായിരുന്നു. അതായത്
ചുളുവില കൃഷിഭൂമി വാങ്ങുക, അങ്ങനെ വരും. അപ്പം ഇങ്ങനെയുള്ള തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് ഈ ഓരോ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് ഓരോ സ്റ്റേറ്റിനോടും ചെയ്യുന്നത്. ഇതിനു മുമ്പ് ബീഹാറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, അത് മറ്റ് മതപരമായ കാരണങ്ങളാണ്. ഇതേപോലെ ഒരു മതപരമായ അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയതല്ല, ഇത് നൂറ്റാണ്ട് അല്ല 1000-1500 വർഷം പഴക്കമുള്ള പകയാണ്. ആ പക തന്നെയാണ് അവരിപ്പോഴും ആ പകയോട് കൂടി തന്നെയാണ് പെരുമാറുന്നത്. അതെ, ഇതുപോലെ തന്നെ വേറെ സ്റ്റേറ്റുകളുണ്ട്. ജാർഖണ്ഡ് സ്റ്റേറ്റ് ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ കാര്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം.